തന്നെയായിരിക്കുന്നു. കൂളിവാക പെണ്ണ് ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു, അണിമുല രണ്ടും കുലുക്കി കാട്ടി വിളിച്ചു. എന്നിട്ടും വൻകരെ അണയാത്ത മക്കളായിരിക്കുന്നു. ആയതിലും ഒരു ഉണ്ണി പൊന്മകനും പറഞ്ഞു, അല്ലയോ എന്റെ കൂളിവാക നല്ലമ്മേ, ഞങ്ങളുടെ അച്ഛനാരാണെന്നും അമ്മയാരാണെന്നും പറയാറുണ്ട്. ഒരു നാളും ഞങ്ങൾ വൻകരെ അണയില്ല മാതാവേ. ആയതിനെ കേൾക്കുന്ന ഒരു നേരത്ത് വേഗം തന്നെ ആയിരിക്കുന്നല്ലോ. കൂളിവാക നല്ലമ്മയും പറഞ്ഞു, നിങ്ങളുടെ അച്ഛനാകുന്നത് കൈലാസം വാഴുന്ന പരമേശ്വരനാണ്. അമ്മയായത് സത്യസ്വരൂപിണി പാർവതി മാതാവാകുന്നു. നിങ്ങളായിരിക്കുന്നല്ലോ, നേരത്തിങ്ങനായിരിക്കുന്നല്ലോ. വേഗം തന്നെ പറഞ്ഞു കാണുന്ന ഒരു നേരത്ത് കൂളിവാക പെണ്ണിനോട് അരുളി ചെയ്ത് കാണുന്ന ഒരു കാര്യം. അന്നേരത്തും പറഞ്ഞു, നിലവിനെ നിൽക്കുമ്പോൾ ഞാനായിരിക്കുന്ന മക്കളെ നിങ്ങളുടെ വളർത്തമ്മയാകുന്ന പെറ്റെടുത്താണ് വളർത്തിയത് എന്നതിനെ കേൾക്കുന്ന ഒരു നേരത്ത് കാറ്റത്ത് ചണ്ടി വന്ന് കടക്കണയും വണ്ണോ. അന്നേരത്ത് ആനന്ദപുരപാടത്ത് ഏറ്റുമീൻ കേറിയതുപോലെ 336 പാലാരുണ്ണി വന്മക്കള് വൻകരയോടെ അണയുമ്പോൾ പിന്നെയും കൂളിവാക കോരാങ്കോട്ടയിലേക്ക് എടുത്തു വെച്ചു, ചാരി വെച്ചു, ചവിട്ടി കൂട്ടി വെച്ചു. ഓരോ ഉണ്ണി വന്മക്കളെ കോരാങ്കോട്ട ഇടുക്കമല്ലാതെ കിടത്തേറ്റി നടുക്കമല്ലാതെ നടമാടിക്കൊണ്ട് കൈലാസം നോക്കി അങ്ങനെ വഴിയാലെ വഴി പോരുന്ന ഒരു കാര്യം. അന്നേരത്തിങ്ങളായിരിക്കുന്നല്ലോ ഇന്ദ്രലോകം ദേവലോകം ഏഴമാനെന്ന കാണ്ടിയാങ്കണ്ടം തപസിംഗലും ഇടകിടന്നു. കൈലാസത്തിന്റെ പൊന്നും പോർപ്പടിയോടെ ചെല്ലുമ്പോൾ അച്ഛൻ പരമേശ്വരനും പറഞ്ഞു, അല്ലയോ എന്റെ കൂളിവാകേ, എന്തിനെ കൊണ്ടാണ് നീ ഇവിടെ വന്നുള്ള ഒരു കാര്യം? അല്ലയോ എന്റെ ഭഗവാനെ, നിങ്ങൾ ഇപ്പോൾ എന്നെ അറിയുകയില്ലേ? എനിക്കൊരു ഉണ്ണി പൊന്മകനുള്ള വരവും നൽകിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന 336 പാലാരുണ്യ വന്മക്കളെ പ്രസവം കഴിഞ്ഞല്ലോ. ആയതിനെ കൊണ്ട് അവരുടെ 28 പേർ എവിടെയെന്നാകുന്ന ഭഗവാനെ, അച്ഛന്റെ കയ്യാലെ നൂലോട് നൂലരഞ്ഞാണം കെട്ടി 4 പേരും കൂട്ടി വിളിക്കണം ഭഗവാനെ എന്നും പറഞ്ഞ് നിലവിനെ നിൽക്കുമ്പോൾ അച്ഛൻ പരമേശ്വരനും പറഞ്ഞു, അല്ലയോ എന്റെ കൂളിവാകെ, ഇത്രയ്ക്കും പാലാരുണ്യ വന്മക്കളെ 4 പേര് കൂട്ടി വിളിക്കണമെന്ന് വന്നാലോ നാട്ടിലുള്ള മഹാജനങ്ങളുടെ ഇല്ലപ്പേര്, മനപ്പേര്, കൊടിപ്പേരുകളെല്ലാം നശിച്ചു പോകും പെണ്ണെ. ആയുധമ്മോട്ട് ഇത്രയ്ക്കും പാലാരുണ്യ വന്മക്കളെ നൂലോട് നൂലരഞ്ഞാണം കെട്ടണമെന്ന് വന്നാലോ കാട്ടിലുള്ള പഞ്ഞി നൂലും പരുത്തു നൂലുകളെല്ലാം നശിച്ചു മൂലാണ്ടപ്പെട്ടു പോകും. ഇതിനെ കേൾക്കുന്ന ഒരു നേരത്ത് ഭഗവാനായിരിക്കുന്നല്ലോ. അമ്പിളി എന്ന തൃച്ചടായി നടക്കുന്നു, ഭൂമിയോട് കൂട്ടി വെച്ച് ഒരു കടി കടിച്ച് കാണുന്ന ഒരു നേരത്ത് പെട്ടെന്നൊരു പാർവള്ളിത്തോട്ടം മുഴുതിരിയുന്നു. പാർവള്ളിത്തോട്ടത്തിലേക്കും കടന്നു ചെന്നു കൂളിവാക ചാൻ വെച്ചു, മുഴം വെച്ചു, വെയിലത്തിട്ട് വെള്ളുപാട്ടം മാട്ടി പാർവള്ളിയാല് വെട്ടി കൊണ്ടുപോരുമ്പോൾ പരമേശ്വരന്റെ വലത് കയ്യാലെ കൊണ്ട് കൊടുത്തു കാണുന്ന ഒരു കാര്യം. അന്നേരത്തിങ്ങനായിരിക്കുന്നല്ലോ അച്ഛൻ പരമേശ്വരൻ പാർവള്ളിയാലെ ഓരോരോ ഉണ്ണിയ പൊന്മക്കളെ പാർവള്ളി കൊണ്ട് കെട്ടുന്നല്ലോ. ഒക്കേലേക്കും ഒടുവിൽ പറന്നുള്ളൂ ഒരു മകനെ പാർവള്ളി കൊണ്ട് കെട്ടുവാനുമായി പോകുമ്പോൾ അന്നേരം പറഞ്ഞു, അല്ലയോ എന്റെ ഭഗവാനെ,
എന്തിനെ കൊണ്ടാണ് ഞങ്ങളെ കട്ടകള്ളന്മാരെ പോലെ പാറവള്ളി കൊണ്ട് പേര് വിളിക്കുന്നത്? ഞങ്ങളായിരിക്കുന്നല്ലോ കൈലാസത്തായിരിക്കുന്നു. അച്ഛൻ പരമേശ്വരന്റെ ദേവാലയ പാത്രങ്ങൾ കട്ടെടുത്ത മക്കളും ഞങ്ങളല്ല. ചക്ക കട്ടകളല്ലല്ലോ, മാങ്ങ കട്ട പിള്ളേര് ഞങ്ങളല്ല. ചന്ദനത്തിരി കട്ട മക്കളും ഞങ്ങളല്ല ഭഗവാനെ. ആയതിനെ കൊണ്ട് ഏതോ ഒരു വണ്ണം ഞങ്ങളെ ഇങ്ങനെയൊന്നും അഴകിയ പേര് വിളിച്ചാലും പോരാ. എന്നെ പേര് വിളിക്കണം എന്ന് വന്നാലോ അച്ഛൻ പരമേശ്വരന്റെ ബ്രഹ്മസ്യം പൂണൂരിൽ നിന്നും നൂല് വലിച്ചെടുക്കണോ. അന്നേരത്ത് ബ്രഹ്മസ്യം പൂണൂലാല് പേര് വിളിക്കണമെന്ന് നിലവിനെ പറഞ്ഞു കാണുമ്പോൾ അന്നേരത്തിങ്ങനായിരിക്കുന്നല്ലോ. അച്ഛൻ പരമേശ്വരനാകുന്നല്ലോ ബ്രഹ്മസ്യം പൂണൂലിൽ നിന്നോ നൂല് വലിച്ചെടുക്കുന്നല്ലോ. നേരത്ത് മുത്തൂരത്നം വൈഡൂര്യം മോലം മാണിക്യം ഗോമേതകം കൊണ്ട് കുത്തികോർക്കുന്നല്ലോ. ഇടത് ഭാഗെ കൊണ്ട് ആശ കാട്ടുന്നു, വലത് ഭാഗെ കൊണ്ട് ഓരോ ഉണ്ണി മക്കളെ പേർ വിളിക്കുന്നല്ലോ. എല്ലാവരും എഴുന്നേറ്റ് കേട്ടാ, സ്വാമിയുടെ പേർ വിളിക്കാൻ പോണ്. അന്നേരത്തിങ്ങളായിരിക്കുന്നല്ലോ ഓരോ പൊന്മക്കളെ പേർ വിളിക്കുന്നു. വേഗം തന്നെയാകുന്നല്ലോ ആദ്യം പിറന്നുള്ള ഒരു മകനെ ആദ്യമാൻകുട്ടി പൊന്നാര കരിങ്കുട്ടി മകനെ കരിങ്കുട്ടി മകനെ എന്നും പറഞ്ഞിലുനെ നിൽക്കുമ്പോൾ അന്നേരത്തിങ്ങളാകുന്നല്ലോ അയേറ്റത്തെ കുട്ടി ഇറക്കത്തെ കുട്ടി ഉജ്ജനല്ലൂര് കുട്ടി കൊങ്ങനാട് കുട്ടി കുടുംബാറ കുട്ടി വാഗനല്ലൂര് കുട്ടി വടുകനല്ലൂര് കുട്ടി ഉജ്ജനല്ലൂര് കുട്ടിയായിരിക്കുന്നല്ലോ. ഭസ്മക്കുട്ടി കളപ്പക്കുട്ടി ദീപക്കുട്ടി നാമക്കുട്ടി കർപ്പൂരക്കുട്ടി കളപ്പക്കുട്ടി ചന്ദന കുട്ടിയാകുന്നല്ലോ. ഒഴുകിൽ മൂക്കൻ ചാത്ത എന്നും പേര് വിളിച്ചു. അന്നേരത്ത് വാണിഭാചാത്ത എന്നും പേര് വിളിക്കുന്നല്ലോ. അന്നേരത്തൊക്കെ ആയിരിക്കുന്നു ഒടുവിൽ പിറന്നുള്ള ഒരു മകനെ അസുരാഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത എന്ന് 3 പേരും 30 കൂട്ടി പേർ വിളിച്ചു കഴിഞ്ഞു കാണുന്ന ഒരു കാലത്തപ്പോ